സെലിബ്രിസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളാണ്. പ്രത്യേകമായിട്ട് നമ്മളുടെ ഇടയിലുള്ള എല്ലാ കുഞ്ഞിപ്പൈതങ്ങളെയും ഓർത്ത് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു സുദിനം. ഈശോയുടെ നാമത്തെ പ്രതി ജീവൻ ത്യജിക്കേണ്ടി വന്ന അനേകം കുഞ്ഞിപ്പൈതങ്ങളെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നേ ദിനത്തിന്റെ പ്രാർത്ഥനാ മംഗളങ്ങളെ എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്നേഹപൂർവ്വം നേരുകയാണ്. ഇത് നമ്മൾ വായിച്ച കേട്ട സുവിശേഷ ഭാഗം സ്നാപകയോഹന്നാനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ഇവിടെ സ്നാപകയോഹന്നാനോട് യഹൂദർ വന്ന് ചോദിക്കുകയാണ്, നീ ആരാണ്? നീ മിശിഹായാണോ, അല്ലെങ്കിൽ ഏലിയായാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകനാണോ? അപ്പൊ കൃത്യമായിട്ട് സ്നാപകയോഹന്നാൻ പറയുകയാണ്, ഞാൻ ഇവരാരുമല്ല, മിശിഹായല്ല, ഏലിയായല്ല, അല്ലെ പ്രവാചകനൊന്നുമല്ല, മറിച്ച് നീ ആരാണെന്ന ചോദ്യത്തിന് സ്നാപകയോഹന്നാൻ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഏശയ്യാ ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാനെന്ന് സ്നാപകയോഹന്നാൻ കൃത്യമായിട്ട് പറയുകയാണ്. ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. സ്നാപകയോഹന്നാന് തന്നെ കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ആരാണ് എന്നുള്ളൊരു ബോധം കൃത്യമായിട്ട് സ്നാപകയോഹന്നാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ വലിയ ഓഫറുകളൊക്കെ വന്നപ്പോൾ നീ മിശിഹായാണോ എന്നുള്ളൊരു ചോദ്യം വലിയൊരു സാധ്യതയാണ് സ്നാപകയോഹന്നാൻ മുന്നിൽ തുറന്നു വെച്ചത്. യെസ് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ മിശിഹായാണ് എന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ, സ്നാപകയോഹന്നാനെ കാത്തിരുന്നത് വലിയ ഒരു ഭാവി, നല്ലൊരു ഭാവി തന്നെ സ്നാപകയോഹന്നാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സ്നാപകയോഹന്നാൻ അതിലൊന്നും വീഴുന്നില്ല. സ്നാപകയോഹന്നാൻ പറയുന്നത്, ഞാൻ മിശിഹായല്ല, ഞാൻ ഏലിയായല്ല, അല്ലെങ്കിൽ ഞാൻ വലിയ പ്രവാചകനൊന്നുമല്ല, മറിച്ച് ഏശയ്യാ ദീർഘദർശി പ്രവചിച്ച പോലെ കർത്താവിന്റെ വഴി വരുമ്പോൾ പറയുന്നത് ശബ്ദം മാത്രമാണ് ഞാൻ. എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ കെട്ടുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്നാപകയോഹന്നാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്നാപകയോഹന്നാന് തന്നെ കുറിച്ച് തന്നെ പൂർണ്ണമായ ഒരു അവബോധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വചനഭാഗം നമ്മുടെ മുമ്പിലേക്ക് ചലഞ്ച് ഇതാണ്, നിന്നെ കുറിച്ച് നിനക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധമുണ്ട്. ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആരാണ് എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം എനിക്ക് ഉണ്ട്. ദൈവസന്നിധിയിൽ ഞാൻ ആരാണ്, മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ആരാണ്, എനിക്ക് എന്തുമാത്രം വിലയുണ്ട്, ഒരു ബോധ്യം ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കൃത്യമായിട്ടുള്ള ഒരു ബോധത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്